നമസ്കാരം. സംസ്ഥാനത്തെ ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥയും കേരളത്തിലെ DGP പദവിയിലെത്തുന്ന ആദ്യ വനിതാ IPS ഓഫീസറുമായ R. ശ്രീലേഖ മറുനാടൻ സ്പെഷ്യൽ ചാനൽ നൽകിയ പോഡ്കാസ്റ്റിൽ വിവാദം. മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയയ്ക്ക് നൽകിയ പോഡ്കാസ്റ്റിലാണ് വിവാദ പരാമർശങ്ങൾ ഉണ്ടായത്. IPS ഉദ്യോഗസ്ഥനായിരുന്ന ടോമിൻ ജെ തച്ചങ്കരിക്കെതിരെ നടത്തിയ വെളിപ്പെടുത്തലുകളാണ് നിലവിൽ വിവാദമായത്. തച്ചങ്കരി ബാച്ച്മേറ്റ് ആണ് എന്നും മസൂറിയിൽ നിന്ന് ട്രെയിനിങ് കാലം മുതൽ തന്നെ ടാർഗറ്റ് ചെയ്യാൻ ആരംഭിച്ചിരുന്നുവെന്നും സർവീസിലുടനീളം എല്ലാ കഥകൾ പ്രചരിപ്പിച്ചും മാധ്യമങ്ങളെ സ്വാധീനിച്ചും വ്യക്തികളെ സ്വാധീനിച്ചും തനിക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയ വ്യക്തിയാണ് എന്നും ശ്രീലേഖ പറഞ്ഞിരുന്നു. എന്നാൽ തനിക്കെതിരെ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ എന്തിന്റെ പേരിലായിരുന്നു എന്ന് തനിക്ക് അറിയില്ലായിരുന്നു. നിലവിൽ സൗഹൃദത്തിലാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നും ശ്രീലേഖ പോഡ്കാസ്റ്റിൽ പറയുന്നുണ്ട്. ഈ ഭാഗമാണ് വിവാദമായത്. അത് പ്രേക്ഷകർക്ക് കാണാം ഇപ്പോൾ. അപ്പം ഈ തച്ചങ്കരി ഹോട്ടലായിരുന്നു ഏറ്റവും വലിയ വിഷയം അല്ലേ? ആണ്. എന്റെ ബാച്ച്മേറ്റ് ആണ് ആള്. ആണോ? എൻ്റെ ബാച്ച്മേറ്റ്. ഞങ്ങൾ ഒരുമിച്ച് ട്രെയിനിങ് ചെയ്ത ആൾക്കാരാണ്. ഞങ്ങൾ മസൂറിയിലാണ് ആദ്യമായിട്ട് കാണുന്നത്. മസൂറി നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ സമയത്താണ് തച്ചങ്കരിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എന്നെ കാണുന്ന ആ നിമിഷം തൊട്ട് സംഹൗ ഹി ഡിഡ്ന്റ് ലൈക്ക് മീ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കേരളത്തിൽ ആദ്യത്തെ വനിതാ IPS ആണ്. മലയാളികളായിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ IPSൽ ആ സമയം. താല്പര്യമില്ല. എനിക്കറിയില്ല എന്താ. അപ്പം ആദ്യത്തെ പ്രാവശ്യം കാണുന്ന സമയം തൊട്ട് ഹി വാസ് ടാർഗറ്റിംഗ് മീ ഇൻ സം വേ ഓർ ദി അതർ. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അറിയാലോ സമൂഹത്തിൽ. കാരണം വേണ്ടേ? എനിക്കറിയില്ല കാരണം എന്താണ്. ഞാൻ പലവട്ടം ചോദിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല കാരണം എന്താണ്, ഇപ്പോഴും അറിയില്ല. പിന്നെ ഈ സർവീസിൽ ഉടനീളം അദ്ദേഹത്തിന് ഉടനീളം കഥകൾ സ്പ്രെഡ് ചെയ്യുക, അതൊക്കെ ഞാൻ വിട്ടുകളഞ്ഞതാണ്. ഞാൻ ഇപ്പോൾ സ്പിരിച്വലായ ശേഷം ഞാൻ ഐ ടോട്ടലി ഫോർഗേവ് ഹിം. കാരണം ഇടക്കാലത്തൊന്ന് പൊട്ടിത്തെറിച്ചിരുന്നല്ലോ. ഒരുപാട് പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട്. കാരണം ഞാൻ പ്രതികരിക്കാൻ പോകുമ്പോഴേക്കും അത് ഒരുപാട് വഷളാവാറുണ്ടായിരുന്നു. അല്ല, എന്താ ഏറ്റവും വലിയ ഉപദ്രവം എന്താ അദ്ദേഹം നടത്തിയിട്ടുള്ളത്? ഒരുപാട് ഉപദ്രവങ്ങൾ. മാധ്യമങ്ങളെ സ്വാധീനിച്ചുകൊണ്ട്, ചില വ്യക്തികളെ സ്വാധീനിച്ചുകൊണ്ട് എനിക്കെതിരെ കള്ളക്കഥകൾ പരത്തിയത് മുഴുവനും ഇദ്ദേഹം അതിൻ്റെ പുറകിലെന്നുള്ളത് എനിക്ക് വിവരം പിന്നീട് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ വന്ന് പിന്നീട് മാപ്പ് ചോദിച്ചിട്ടുണ്ട്. പല വട്ടം എൻ്റെ അടുത്ത് വന്ന് കാലി വീണ് മാപ്പ് ചോദിച്ചിട്ടുണ്ട്. അത് വലിയ കേസൊക്കെ ആയി കഴിയുമ്പോൾ ഓരോ കാര്യവും ചീറ്റി പോകുമ്പോൾ അദ്ദേഹത്തിന് തന്നെ നാണക്കേടായി ഭവിക്കുന്ന ഒരു ഘട്ടത്തിലാണ് വന്ന് മാപ്പ് പറയുന്നത്. അദ്ദേഹത്തിന് തന്നെ മനസ്സിലാവും ഞാനിത് തുറന്നു പോയാൽ ശരിയാവില്ല, ശ്രീലേഖ ഇങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ല. ASP ആയ സമയത്ത് തൊട്ട് അലക്സാണ്ടർ ജേക്കബ് സാറ്, സോമരാജൻ സാറ്, എല്ലാ DGPമാരും വിളിച്ച് തച്ചങ്കരിയെ ലെഫ്റ്റ്, റൈറ്റ് ആൻഡ് സെൻറ്റർ വഴക്ക് പറയും ഈ കാര്യത്തിൽ ശ്രീലേഖ ഉപദ്രവിക്കില്ല. അപ്പോൾ അവരോട് പറയും, ഇല്ല സാർ ഞാനൊന്നും ചെയ്യാറില്ല എന്ന് പറയും. എന്നിട്ട് അദ്ദേഹം നേരിട്ട് വരാതെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കും. കാരണം എന്താണെന്ന് അദ്ദേഹം ആർക്കും അറിയത്തില്ല. കാരണം എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. എന്താണ് അദ്ദേഹത്തിന് എന്നോടുള്ള ഇത്ര വലിയ, എന്നെക്കാളും ഇളയതാണ്, 2.5 വയസ്സ് ഇളയതാണ്. ഒരേ ബാച്ചാണ്. എന്നെക്കാളും 2.5 വയസ്സ് ഇളയതാണ്. ഞാനൊരു അനിയൻ്റെ സ്ഥാനത്ത് കാണാമല്ലോ, ഒരു മലയാളിയല്ലേ എന്ന് വിചാരിച്ച് ആദ്യം കുറച്ച് പോയിട്ടുമുണ്ട് ആളുടെ അടുത്ത് സംസാരിച്ച. ഞാൻ കുറച്ച് ഫ്രണ്ട്ലി ആയിരുന്നു. അതിൻ്റെ ബേസിസിലാണോന്നും എനിക്കറിയില്ല. പെട്ടെന്നല്ല സെറ്റിൽ ചെയ്യും എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് മാപ്പ് പറയുമ്പോൾ ഐ ഫോർഗീവ് ഓൾ ദ ടൈം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് തുടരും കുറച്ച് സമയം. അത് കഴിഞ്ഞ് വീണ്ടും എനിക്കെന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടുമ്പോൾ, എനിക്കൊരു മെഡൽ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രസിഡൻറ്റിൻ്റെ അവാർഡ് കിട്ടുമ്പോൾ, ഹൈക്കോടതിയെ എനിക്കൊരു പബ്ലിസിറ്റി കിട്ടുമ്പോൾ, നല്ല കാര്യം ചെയ്തു, ഒരു കേസ് തെളിയിച്ചു എന്ന് പറഞ്ഞാൽ പത്രത്തിൽ വാർത്ത വന്ന അടുത്ത നിമിഷം തുടങ്ങും അടുത്തത്. ഈ അദ്ദേഹം ഉപദ്രവിച്ചു ഏതെങ്കിലും ഒരു സംഭവം എന്ന് പറയാമോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്? വലിയ പ്രയാസമാണ്. കാരണം അത്ര അധികം ഉണ്ട്. നമ്മളത് പറയാൻ പോയാൽ ഒരു 2 മണിക്കൂർ അതിന് തന്നെ വേണ്ടി വരും. വേറൊരു എപ്പിസോഡ് ഇത് മാത്രമായിട്ട് ചെയ്യാം. അതിന് എനിക്ക് തോന്നുന്നു ടോമിനെയും കൂടെ വിളിച്ചടുത്തിരുത്താം. ഭയങ്കര ഡിപ്ലോമറ്റ് ആണ് അദ്ദേഹം. ആളുകളോട് ഭയങ്കര സൗഹൃദം കാണിക്കുക. എല്ലാത്തിലും ഡിപ്ലോമാറ്റ് മാത്രമല്ല, അതിബുദ്ധിമാനാണ്, മിടുക്കനാണ്. ഹീസ് എ ഗ്രേറ്റ് ബിസിനസ് മാൻ. നല്ല അക്യൂമൻ ഉണ്ട്. IT-യിൽ നല്ല മിടുക്കനാണ്. എല്ലാ ഫീൽഡിലും ആൾ മിടുക്കനാണ്. പക്ഷേ എൻ്റെ കാര്യം വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിന് എന്താണെന്നറിയില്ല, ഒരു എന്നുള്ളൊരു സാധനമാണ്. പരിഹരിച്ചു. ഇപ്പം കുഴപ്പമില്ല. എൻ്റെ മോൻ്റെ കല്യാണത്തിനൊക്കെ വന്നു. വലിയ സ്നേഹമാണ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഇപ്പോൾ ഇലക്ഷൻ നിൽക്കാൻ പോകും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ് വിളിച്ചു. ഇടയ്ക്ക് വരുമ്പോൾ കാണാറുണ്ട്. നിലവിൽ വട്ടിയൂർക്കാവിൽ നിന്നുള്ള NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീലേഖയുടെ ഈ പോഡ്കാസ്റ്റ് വിവാദമായതോടെ ടോമിൻ ജെ തച്ചങ്കരിയോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ശ്രീലേഖ ഒരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട്. താൻ പറഞ്ഞു പോയതിൽ ടോമിൻ ജെ തച്ചങ്കരിക്കുണ്ടായ മാനസിക വിഷമത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും ശ്രീലേഖ പറഞ്ഞു.